നമസ്കാരം. എ കെ ആന്റണി അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിൽ UDF തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. വർഗീയ വിരുദ്ധ രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ വർഗീയ രാഷ്ട്രീയത്തോട് സന്ധിയില്ല എന്ന നിലപാടാണ് ചടങ്ങിൽ സംസാരിച്ച എല്ലാ നേതാക്കളും പ്രസ്താവിച്ചത്. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നുള്ള സമ്പൂർണ്ണ വിവരങ്ങളുമായി പ്രത്യേക ബുള്ളറ്റിൻ നാട്ടുവോട്ടിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവങ്ങളുടെ പൂർണ്ണ വിവരങ്ങളുമായി ഇന്ന് ഇങ്ങനെയുമായി അഷ്റഫ് വാളൂർ. കൊച്ചിയിൽ ഇന്ന് നടന്ന നേതൃസംഗമത്തോടെ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കമായി. പാവപ്പെട്ടവർക്ക് സൗജന്യ ഭക്ഷണ വിതരണം ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളടങ്ങിയ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയും UDF ഇന്ന് പുറത്തിറക്കി. മാത്രമല്ല, സംസ്ഥാനത്തെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ BJP ശ്രമിക്കുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് A K ആന്റണി ആരോപിച്ചു. നരേന്ദ്രമോദിയും അമിത്ഷായും അവർക്ക് മലപ്പുറത്ത് ലീഗും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ UDFന്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടു. പ്രശ്നപരിഹാരത്തിനായി ഒരു 4 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കുമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ചകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ ഫലപ്രദമായി തന്നെ കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ ചെറിയ പ്രയാസങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അത് ഉഭയകക്ഷി ചർച്ചയിലൂടെ അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി വളരെ രമ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തും. SNDPയുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണവും വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയ നിലപാടുകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്നുമുണ്ട്. വിലപേശലുണ്ടെന്ന് കരുതി SNDPയുമായുള്ള ബന്ധം ഉപേക്ഷിക്കില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ B മുരളീധരൻ പറഞ്ഞു. എപ്പോഴും എല്ലാവരുമായിട്ടും വിലപേശലൊക്കെ നടക്കും. വിലപേശലിന് താങ്ങുകയും അതിനെ മറികടന്നിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെന്നല്ലോ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കഴിവ്. എല്ലാ പാർട്ടിക്കാർക്കും സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ പാർട്ടിക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടണം എന്ന് താല്പര്യമുണ്ടാവും. അതിൽ തെറ്റൊന്നുമില്ല. സർക്കാരുകൾ ന്യൂനപക്ഷ പ്രീണനം നടത്തുകയാണെന്ന വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണത്തിനെതിരെ MES രംഗത്തെത്തി. വെള്ളാപ്പള്ളി നടേശന് രാഷ്ട്രീയ അധികാരമോഹം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണെന്ന് MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ ആരോപിച്ചു. ഒരു വിവരദോഷിയെ തോളിലേറ്റിക്കൊണ്ട് അവർ പോകാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ല. അതാണ് എനിക്ക് അവരോട് വളരെ സങ്കടം തോന്നുന്നത്. കാരണം ഇയാളെ മുഖ്യമന്ത്രിയായിട്ട് സ്വീകരിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ വളരെ നഷ്ടപ്പെട്ട ഒരു. ഇത്രയുമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇന്നുണ്ടായ പ്രധാന സംഭവ വികാസങ്ങൾ. വീണ്ടും സനീഷിലേക്ക്. ഇനി തെരഞ്ഞെടുപ്പ് തലക്കെട്ടുകളിലേക്ക്. UDF പ്രകടന പത്രിക പുറത്തിറക്കി. ജൈവ പച്ചക്കറി കൃഷി മുതൽ വിശപ്പിനോട് വിട വരെയുള്ള പദ്ധതികൾ, വാഗ്ദാനങ്ങൾ. കേരളത്തിലെ മതസഹിഷ്ണുത തകർക്കാൻ നരേന്ദ്രമോദിയും അമിത്ഷായും ശ്രമിക്കുന്നുവെന്ന് A K ആന്റണി. മലപ്പുറത്തെ മുന്നണിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 4 അംഗ ഉപസമിതി. വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത് രാഷ്ട്രീയ കരാർ പണിയെന്ന് MA ബേബി. താനടക്കമുള്ളവരുടെ ഉള്ളിൽ ഇപ്പോഴും പാർട്ടി വിഭാഗീയതയുടെ അവശിഷ്ടങ്ങളുണ്ടെന്നും ബേബി. വെള്ളാപ്പള്ളിക്ക് രാഷ്ട്രീയാധികാരമോഹം തലക്ക് പിടിച്ചെന്ന് MES. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇരു മുന്നണികളുടെയും BJPയുടെയും സ്ഥാനാർത്ഥി നിർണയം അവസാന ഘട്ടത്തിലേക്ക്. കോഴിക്കോട് കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗും ജനതാദളും. തൃശൂർ, കണ്ണൂർ മേയർമാരാകാൻ ചരടുവലി സജീവം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് ഉദ്ഘാടനം ചെയ്തത് പണിതീരാത്ത 100 കണക്കിന് പദ്ധതികൾ. മലപ്പുറം പെരുമ്പടപ്പിൽ 2 തൂണുകൾ മാത്രം പൂർത്തിയാക്കി പാലം ഉദ്ഘാടനം ചെയ്തു. അടുത്തത് ഓരോ ജില്ലയിലെയും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ ജില്ലകളിലെയും സീറ്റ് നില പരിചയപ്പെടുത്തുന്ന KL14 ആണ്. ഇനി അതിലേക്ക്. ഇത്തവണ ഇന്ന് കണ്ണൂർ ജില്ലയെക്കുറിച്ചാണ് ഉള്ള വിവരങ്ങളാണ് നൽകുന്നത്. 2010 കണ്ണൂർ ജില്ല ആർക്കൊപ്പമായിരുന്നു എന്നതിൻ്റെ വിശദാംശങ്ങളാണ് KL10 നൽകാനുള്ളത്. കണ്ണൂർ ജില്ലയിൽ 2010 നില ഇങ്ങനെയാണ്. ജില്ലാ പഞ്ചായത്ത് 26 ഡിവിഷനുകളാണ് ജില്ലാ പഞ്ചായത്തിൽ ആകെ ഉള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് 11 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്. 81 ഗ്രാമപഞ്ചായത്തുകളാണ് 2010 കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്നത്. 6 നഗരസഭകളും കണ്ണൂർ ജില്ലയിൽ 2010 ഉണ്ടായിരുന്നു. മറ്റു വിവരങ്ങളിലേക്ക് 2015 കാര്യങ്ങളിലേക്ക് പോകാം. 2015 ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം
2 കുറവുണ്ടായിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. 26,000 24 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളാണ് ഇത്തവണ 2015 81 ഗ്രാമപഞ്ചായത്തുകൾ 2010 ഉണ്ടായിരുന്നിടത്ത് 71 10 ഗ്രാമപഞ്ചായത്തുകളുടെ കുറവ് ഉണ്ടായിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെയാണ്. 11 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ജില്ലയിൽ ആകെ ഉള്ളത്. നഗരസഭ 3 നഗരസഭകൾ കൂടെ പുതുതായി വന്ന് 9 നഗരസഭകളാണ് ഇത്തവണ ഉള്ളത്. കഴിഞ്ഞ തവണ അത് 6 നഗരസഭകൾ മാത്രമായിരുന്നു. ഒരു കോർപ്പറേഷൻ കൂടെ വന്നിരിക്കുന്നു എന്നാണ് വിവരം. ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് നില ഇങ്ങനെയാണ്. 2010 ജില്ലാ പഞ്ചായത്ത് സീറ്റ് നില ആകെ ഡിവിഷനുകൾ 26 ആയിരുന്നു. LDFന് വലിയ മുൻതൂക്കമുണ്ട് ജില്ലാ പഞ്ചായത്തിൽ. LDFന് 20 ഡിവിഷനുകൾ LDFനൊപ്പമാണ്. UDFനൊപ്പം 6 ഡിവിഷനുകൾ മാത്രമാണ് ജില്ലാ പഞ്ചായത്തിലുള്ളത്. ജില്ലാ പഞ്ചായത്തിൽ LDFന് 20 സീറ്റുകൾ. അതിനകത്തുള്ള വ്യത്യാസം എങ്ങനെയാണ്? CPMന്റെ കൈവശം 19 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ CPMനൊപ്പമാണുള്ളത്. 19ഉം CPMനൊപ്പമാണ്. ഒരൊറ്റ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മാത്രമാണ് CPIക്കൊപ്പം ഉള്ളത്. UDFന്റെ കാര്യമാണെങ്കിൽ ഇങ്ങനെയാണ്. UDFന് ആകെയുള്ളത് 26-ൽ 6 ഡിവിഷനുകളാണ്. അതിൽ കോൺഗ്രസിന്റെ കൈവശമാണ് 4 ഡിവിഷനുകളും, മുസ്ലിം ലീഗിന്റെ കൈവശം 1ഉം കോൺഗ്രസ് എമ്മിന്റെ വശം 1ഉമാണ് ഉള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് നേരത്തെ പറഞ്ഞതുപോലെ ആകെയുള്ളത് 11 ബ്ലോക്ക് പഞ്ചായത്തുകളാണ്. LDFന്റെ കൈവശം 10ഉം UDFന്റെ കൈവശം 1ഉമാണ് ഉള്ളത്. 10 ബ്ലോക്ക് പഞ്ചായത്തുകളും 11-ൽ 10 ബ്ലോക്ക് പഞ്ചായത്തുകളും LDFനൊപ്പമാണ്. UDFന്റെ കൈവശം കണ്ണൂർ മാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഉള്ളത്. 2010 ഗ്രാമപഞ്ചായത്തുകൾ നേരത്തെ പറഞ്ഞ പ്രകാരം 81 ഗ്രാമപഞ്ചായത്തുകളാണ് ആകെയുള്ളത്. അതിൽ LDFനൊപ്പമാണ് 53 ഗ്രാമപഞ്ചായത്തുകൾ. 53 ഗ്രാമപഞ്ചായത്തുകൾ LDFനൊപ്പമാണ്. UDFനൊപ്പം 28 ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത്. നഗരസഭകളുടെ നില ആകെ 6 നഗരസഭകളാണ് 2010 ഉണ്ടായിരുന്നത്. അതിൽ LDFനൊപ്പമാണ് 5 നഗരസഭകളും UDFനൊപ്പം 1 നഗരസഭ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. UDFനൊപ്പമുള്ളത് കണ്ണൂർ, നേരത്തെ പറഞ്ഞതാണ്, കണ്ണൂർ നഗരസഭ മാത്രമാണ്. മറ്റ് 5 നഗരസഭകളും LDFനൊപ്പമാണ്. തളിപ്പറമ്പ്, കൂത്തുപറമ്പ്, മട്ടന്നൂർ, തലശ്ശേരി, പയ്യന്നൂർ എന്നിങ്ങനെ LDFന്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള നഗരസഭകളാണ് കണ്ണൂരിലെ 5 നഗരസഭകൾ. ഈ 5 തളിപ്പറമ്പ്, കൂത്തുപറമ്പ്, മട്ടന്നൂർ, തലശ്ശേരി, പയ്യന്നൂർ എന്നിവ LDFനൊപ്പമാണ്. മട്ടന്നൂരിൽ കാലാവധി പൂർത്തിയാകാത്തതിനാൽ ഇത്തവണ തെരഞ്ഞെടുപ്പില്ല. കാലാവധി പൂർത്തിയായിട്ടില്ല മട്ടന്നൂരിൽ. പുതിയതായി 4 നഗരസഭകൾ കൂടെ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. പാനൂർ, ആന്തൂർ, ഇരിട്ടി, ശ്രീകണ്ഠാപുരം എന്നിവയാണവ. ഈ ഇടങ്ങളിൽ കൂടെ, ഈ പുതിയ നഗരസഭകളിൽ കൂടെ ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അവിടേക്ക് കൂടെയുള്ള പോരാട്ടത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും. പുതിയ കോർപ്പറേഷൻ, കണ്ണൂർ കോർപ്പറേഷൻ വന്നിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷനകത്ത് കണ്ണൂർ മുനിസിപ്പാലിറ്റിയും 5 പഞ്ചായത്തുകളുമാണ് ഉള്ളത്. 5 പഞ്ചായത്തുകൾ ഇവയാണ്: പുഴാതി, പള്ളിക്കുന്ന്, എടക്കാട്, എളയാവൂർ, ചേലോറ എന്നിവയാണ് പുതിയ പഞ്ചായത്തുകൾ. കണ്ണൂർ മുനിസിപ്പാലിറ്റിയും 5 പഞ്ചായത്തുകളും ചേർന്നാണ് പുതിയ കോർപ്പറേഷനായിട്ടുള്ള കണ്ണൂർ കോർപ്പറേഷൻ. 2010 കക്ഷിനില ഈ കോർപ്പറേഷനകത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. കോർപ്പറേഷനും പുതുതായി ചേർത്ത പഞ്ചായത്തുകളും കൂടി ചേർത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. കണ്ണൂർ നഗരസഭയിൽ ആകെ സീറ്റ് 42 സീറ്റുകളുണ്ട് കണ്ണൂർ നഗരസഭയ്ക്കകത്ത്. അത് UDFന് 33ഉം LDFന് 8 സീറ്റുകളുമാണ് അതിനകത്തുള്ളത്. SDPIക്ക് 1 സീറ്റ് കണ്ണൂർ നഗരസഭയ്ക്കകത്തുണ്ട്. UDFന് 33, LDFന് 8, SDPI 1 എന്നാണ് നില. പുതുതായി ചേർത്ത പഞ്ചായത്തുകൾ പുതുതായി ചേർത്ത പഞ്ചായത്തുകൾ മുഴുവൻ കണക്കുകളും എടുത്താൽ പുഴാതിയിൽ ആകെ 20 സീറ്റുകളുള്ളത്. UDFന് 15ഉം LDFന് 3ഉം സ്വതന്ത്രൻ 2ഉം എന്ന നിലക്കാണ്. മറ്റ് പഞ്ചായത്തുകൾ കൂടെ നോക്കാം. പള്ളിക്കുന്ന് ആകെ 17ആണ്, UDFന് 16, LDFന് 1. എടക്കാട് ആകെ 21, UDFന് 12, LDFന് 9. ചേലോറ ആകെ 20 സീറ്റുകളാണ്, LDFന് 12, UDFന് 8 എന്നാണ് അവിടുത്തെ നില. എളയാവൂരിൽ ആകെ 19, LDF 12ഉം UDF 7ഉം സീറ്റുകളാണ് അവിടെ ഉള്ളത്. നഗരസഭയിലും പുതുതായി ചേർത്ത എല്ലാ പഞ്ചായത്തുകളിലും UDF മുന്നിലാണ് എന്നതാണ് അവിടെയുള്ള പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന വിവരം. വോട്ടർമാരുടെ നില കൂടെ പറയാം. വോട്ടർമാർ ആകെ 18,62,580 പേരാണ് ആകെ വോട്ടർമാരുള്ളത്. അതിൽ സ്ത്രീ വോട്ടർമാർ 9,98,359 സ്ത്രീ വോട്ടർമാരും 8,64,217 പുരുഷ വോട്ടർമാരും അവിടെയുണ്ട്. ഭിന്നലിംഗക്കാരായി ഇത്തവണ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളുകൾ 4 പേരാണ്. ഇതാണ്
KL-14 സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ. കണ്ണൂർ ജില്ല സംബന്ധിച്ചുള്ള സമഗ്ര ചിത്രം അങ്ങനെയാണ്. AK ആന്റണിയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിൽ പ്രകടന പത്രിക പുറത്തിറക്കി. UDF അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിന് തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അവർ നന്നായി തുടങ്ങിയിട്ടുണ്ട്. LDF ആണെങ്കിൽ പ്രകടന പത്രികയിലേക്ക് വേണ്ട വിവരങ്ങൾ ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണയൊക്കെ അപ്രസക്തരായിരുന്ന BJP പക്ഷേ ഇത്തവണ SNDP-യുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ സഹകരണത്തോടുകൂടി വലിയ നേട്ടമുണ്ടാക്കാം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങളും തുടരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് മുഹമ്മദ് അസ്ലം 3 രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് പരിപാടികൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകും. അസ്ലം എനിക്കൊപ്പമുണ്ട്. അസ്ലം, ഏതു വിധത്തിലാണ് 3 മുന്നണികളും ഇന്ന് ഈ ദിവസത്തെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പരിപാടികൾ ചെയ്തിട്ടുള്ളത്? എന്താണ് ഓരോരുത്തരുടെയും പ്രതീക്ഷ? ഇന്ന് UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. ഇവിടെ സംസ്ഥാന തലത്തിലുള്ള പ്രചരണങ്ങളുടെ തുടക്കമായി എറണാകുളത്ത് സംസ്ഥാന കൺവെൻഷൻ നടന്നു. പഞ്ചായത്ത് തലം വരെയുള്ള നേതാക്കൾ ഉൾപ്പെടുന്ന വലിയൊരു കൺവെൻഷനാണ് സംഘടിപ്പിച്ചത്. ഇതിലൂടെ അവരുടെ മൊത്തം പ്രകടന പത്രികയും പുറത്തിറക്കുകയുണ്ടായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആസ്ഥാനത്ത് വൈഫൈ, ഒരു നേരത്തെ സൗജന്യ ഭക്ഷണം ഉൾപ്പെടെയുള്ള വളരെ ജനപ്രിയകരമായ അജണ്ടകൾ ഉൾപ്പെടുത്തിയുള്ള ഒരു പ്രകടന പത്രികയാണ് ഇന്ന് തുടക്കം കുറിച്ചത്. ഇതോടുകൂടി സംസ്ഥാന തലത്തിലുള്ള മുഴുവൻ പ്രചരണത്തിന്റെ തുടക്കം ആയി എന്നുള്ളതാണ് UDF-നെ സംബന്ധിച്ചോളം ഒരു എടുത്തു പറയാൻ പറ്റുന്ന ഒരു വിശേഷം. മറ്റൊന്ന്, സീറ്റ് തർക്കത്തിന് ഏറ്റവും പ്രധാനമുണ്ടായിരുന്ന മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗും കോൺഗ്രസ് തമ്മിലുള്ള സീറ്റ് വിഭജന തർക്കം പരിഹരിക്കുന്നതിനായി ഒരു മറ്റ് വിശദാംശങ്ങളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. മറ്റ് വിവരങ്ങളിലേക്ക്. ഇടുക്കിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടലുകൾ എല്ലാം തകിടം മറിച്ചിരിക്കുകയാണ്. തോട്ടം തൊഴിലാളി സമരം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്താനാണ് പൊമ്പിളൈ ഒരുമയുടെ തീരുമാനം. ഇതാണ് മൂന്നാർ പഞ്ചായത്ത്. ഇതുപോലെ തമിഴ് പേച്ചുന്ന 13 പഞ്ചായത്തുകളാണ് ഹൈറേഞ്ചിലുള്ളത്. തമിഴ് വോട്ടർമാർ ഭൂരിപക്ഷമുള്ള, തമിഴ് മെമ്പർമാർ ഭൂരിപക്ഷമുള്ള 13 ഗ്രാമപഞ്ചായത്തുകൾ. മറയൂറും വട്ടവടയും കാന്തല്ലൂരുമൊക്കെ പച്ചക്കറിത്തോട്ട മേഖലയാണ്. കുമളിയും നെടുങ്കണ്ടവും ഏലത്തോട്ടവും. ബാക്കിയുള്ളവയാകട്ടെ തേയിലത്തോട്ടങ്ങളാൽ സമൃദ്ധമാണ്. ഈ തമിഴ് പേശും പഞ്ചായത്തുകൾ ബഹുഭൂരിപക്ഷവും ഭരിക്കുന്നത് UDF ആണ്. ഞങ്ങൾ ചെയ്തിട്ടുള്ള വികസനമാണ്. ഞങ്ങളിവിടെ ചെയ്തിട്ടുള്ള വികസനം എന്ന് പറഞ്ഞാൽ മാതൃകയായിട്ട് തന്നെ ജില്ലാ പഞ്ചായത്ത് ഇവിടെ വികസനം നടത്തി കഴിഞ്ഞിരിക്കുന്നു. വണ്ടിപ്പെരിയാറും പള്ളിവാസലും മാത്രമാണ് LDF ഭരിക്കുന്നത്. LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 3400ഓളം വരുന്ന തൊഴിലാളികൾക്ക് ഇവിടെ 5 സെൻറ്റും അതുപോലെ തന്നെ 770 തൊഴിലാളികൾക്ക് 10 സെൻറ്റും വീതം ഭൂമി അനുവദിച്ചു കൊടുത്തു. എന്നാൽ ആ ഗവൺമെൻറ് പോയതിനു ശേഷം പിന്നീട് വന്ന UDF-ൻ്റെ ഗവൺമെൻറ് ഈ 3400 തൊഴിലാളികളുടെ 5 സെൻറ്റ് ഭൂമി അളന്ന് അവരെ ആ ഭൂമിയിൽ പ്രവേശിപ്പിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ പഞ്ചായത്തുകളിലെ വോട്ടർമാർക്ക് UDF എന്നാൽ കോൺഗ്രസും LDF എന്നാൽ CPM-ഉം CPI-യും മാത്രമാണ്. മുന്നണിയിലുള്ള മറ്റ് ഘടകകക്ഷികളെക്കുറിച്ച് ഈ വോട്ടർമാർക്ക് യാതൊരു അറിവുമില്ല. ഒപ്പം അവർക്ക് സ്വാധീനവുമില്ല. എന്നാലെല്ലാം മാറി മറിഞ്ഞത് പെട്ടെന്നായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ 2. അങ്ങനെ ഹൈറേഞ്ചിലെ തോട്ടം മേഖലയാകെ സമരപ്രളയം. അതിനിടയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കടന്നു വന്നത്. തങ്ങളുടെ ഉറച്ച കോട്ടകളെന്ന് കരുതുന്ന തോട്ടം മേഖല ഇത്തവണ എങ്ങനെ ചിന്തിക്കുമെന്ന അങ്കലാപ്പിലാണ് ഇവിടുത്തെ പ്രധാന മുന്നണികൾ. ഇവരുടെ ഇടയിൽ വോട്ട് ചോദിച്ചു ചെല്ലുന്നതിനേക്കാൾ നല്ലത് ഇവർക്കിടയിലുള്ളവരെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ള ചിന്ത ഉരുത്തിരിഞ്ഞു വന്നു. ചിലരെയൊക്കെ സ്വാധീനിക്കുവാനും കഴിഞ്ഞു. അങ്ങനെ സമാധാനത്തിൽ കാര്യങ്ങൾ പോകുമ്പോഴാണ് മറ്റൊരു വാർത്ത ഹൈറേഞ്ചിൽ പരക്കുന്നത്. ഈ പെൺകൂട്ടായ്മ പലയിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തിയേക്കും. எலெக்ஷன்ல யூனியன்காரங்களுக்கோ இந்த மாதிரி கட்சிக்காரங்களுக்கோ நாங்க ஓட்டு போட மாட்டோம். ஏன்னு கேட்டா நாங்க இத்தனை நாளா சம்பளத்துக்கு நாங்க போராடிக்கிட்டு இருக்கோம். ஆனா அதை அவங்க முடிச்சு வைக்கிற மாதிரி எங்களுக்கு தெரியல. எங்க பெண்கள் தான் போய் எல்லா கோரிக்கையுமே கேட்கறாங்க. எந்த கோரிக்கைனாலும் சரி பெண்கள் தான் கேட்கறாங்க. அதுக்கு பின்னாடி போய் அவங்க எங்களுடைய காரியத்தை கேட்காம இழுத்துக்கிட்டே போய்கிட்டு இருக்கு. அதனால அவங்களுக்கு நாங்க ஓட்டு போட மாட்டோம். எங்களுடைய ஆள்ல எங்களுக்கு கோரிக்கை கேட்கற மாதிரி யார் இருக்காங்களோ அவங்களுக்கு நாங்க ஓட்டு போடுவோம். ഇത്തവണ തോട്ടം മേഖലയിലെ തെരഞ്ഞെടുപ്പിന് ചൂട് കൂടും. ചൂടും പുകയും മുടങ്ങുമ്പോഴറിയാം ആരാണ് ജയിച്ചതെന്ന്. ഇടുക്കിയിൽ നിന്നും ക്യാമറ പേഴ്സൺ വിൽസൺ കളരിക്കലിനൊപ്പം ബിജു തറയിൽ, മീഡിയ 1. തൃശൂർ കോർപ്പറേഷനിൽ സഹകരണ മന്ത്രി CN ബാലകൃഷ്ണന്റെ മകൾ CB ഗീത മേയർ സ്ഥാനാർത്ഥിയാകും. മകൾക്ക് മത്സരിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് മന്ത്രി തന്നെ KPCC പ്രസിഡന്റ് VM സുധീരനെ അറിയിച്ചതായും വിവരമുണ്ട്. ഗീത മത്സരിക്കുന്നതിൽ എതിർപ്പില്ല എന്നാണ് AI ഗ്രൂപ്പുകളുടെ നിലപാട്.
ഇനി കന്നി വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കന്നി വോട്ടർമാർക്കും തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളെക്കുറിച്ചും ചിലത് പറയാനുണ്ട്. കൊച്ചിയിൽ നിന്ന് നിതീഷ് ബാലൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നവംബർ 5-ാം തീയതിയാണ് എറണാകുളം അടക്കമുള്ള മധ്യ കേരളത്തിലെ വോട്ടെടുപ്പ് നടക്കുക. ഏതായാലും നമ്മുടെ കൂടെ കുറച്ച് ന്യൂ ജനറേഷൻ ആൾക്കാരുണ്ട്. ഏതായാലും അവരോട് തന്നെ നമുക്ക് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയാം. അപ്പം ഇലക്ഷൻ വരാൻ പോവുകയാണ്, എങ്ങനെ വോട്ട് ചെയ്യും? പിന്നെ തീർച്ചയായിട്ടും ചെയ്യും. എങ്ങനെയാണ് നിലവിലെ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ? ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ യൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെയൊന്നും നമുക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ നിലവിലെ ഭരണത്തിൽ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ചില ആരോപണങ്ങളൊക്കെ വരുന്നു. ഇത് ചിലപ്പോൾ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ വെറുപ്പിക്കുന്ന തരത്തിൽ അങ്ങനെ എന്തെങ്കിലും പോകുന്നുണ്ടോ? രാഷ്ട്രീയം മൊത്തത്തിൽ വെറുപ്പിക്കൽ തന്നെയാണല്ലോ. എന്തുകൊണ്ടാ? ജനങ്ങൾക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടിയാണ് അവരെല്ലാം പ്രവർത്തിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് രാഷ്ട്രീയം കൊണ്ട് ഗുണമുള്ളൂ. അതിനകത്ത് ഇതിൽ കൂടുതൽ നമുക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ ആവശ്യം എന്താണ്? ആവശ്യം എന്നുള്ള നമ്മുടെ മെയിനായിട്ടുള്ള റോഡുകളെല്ലാം സുരക്ഷിതമാക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് റോഡുകൾ ശരിയാക്കാനുണ്ട്. അതെല്ലാം ചെയ്യുക, ഒന്ന് ക്ലീനാക്കി കിടത്തുക, അതുപോലത്തെ നല്ല കാര്യങ്ങൾ ഇത് ചെയ്യുക. ഇപ്പോൾ എറണാകുളം സിറ്റുവേഷൻ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് ഉണ്ടാവാൻ കാരണം ഈ നമ്മുടെ കേരളത്തിലെ റോഡുകൾ തന്നെയാണ്. പണി തീരാത്ത പദ്ധതികൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് പതിവാണ്. എന്നാൽ 2 തൂണ് മാത്രം പണിത് പാലം ഉദ്ഘാടനം നടത്തിയിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് പഞ്ചായത്ത്. തെറ്റിദ്ധരിക്കേണ്ട, പെരുമ്പടപ്പ് പഞ്ചായത്തിലെ അമ്പലക്കടവ് പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണിത്. ജനങ്ങൾക്ക് സൗകര്യപ്രദമായി ഈ പാലപ്പെട്ടി കടവ് പ്രദേശത്തൂടെ യാത്ര ചെയ്യാൻ ഒരു പാലം നമ്മുടെ ഈ പെരുമ്പടപ്പ് പഞ്ചായത്തിൻ്റെ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടായിരുന്നു. പഞ്ചായത്ത് മെമ്പർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. അയിരൂർ പാലപ്പെട്ടി നിവാസികളുടെ ദീർഘകാല ആവശ്യമായിരുന്നു ഈ പാലം. 5 വർഷത്തെ പഞ്ചായത്തിന്റെ അശ്രാന്ത പരിശ്രമം കൊണ്ട് പാലത്തിന്റെ 2 തൂണുകളായി. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് വന്നത്. ഇനി കാത്തുനിന്നിട്ട് കാര്യമില്ല. ഏതാണ്ട് 2 ഡസൻ ജനപ്രതിനിധികളുടെ പേര് കൊത്തി ശിലാഫലകം തയ്യാറാക്കി ഉദ്ഘാടനം നിശ്ചയിച്ചു. കൃത്യാന്തര ബാഹുല്യം കാരണം നിൽക്കാൻ സമയമില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പാലം ഉദ്ഘാടനവും ചെയ്തു. കുറച്ച് പണികൾ ബാക്കിയുണ്ട്. അത് 2 ആഴ്ചക്കുള്ളിൽ തന്നെ ആ പണികൾ പൂർത്തീകരിക്കും. അതുകൊണ്ട് ഈ പാലത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രസിഡന്റ് വെറുതെ പറഞ്ഞതല്ല, ശരിക്കും ഉദ്ഘാടനം ചെയ്തതാണ്. ഉദ്ഘാടനം ചെയ്ത സ്ഥിതിക്ക് ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ പാലത്തിലൂടെ ഒന്ന് നടന്നു കാണിക്കണമെന്നായി നാട്ടുകാർ. അതോടെ രംഗം വഷളായി. കാര്യം പന്തിയല്ലെന്ന് കണ്ടപ്പോൾ ശിലാഫലകം സ്ഥലത്തു നിന്നും മാറ്റി. പെരുമ്പടപ്പ് പഞ്ചായത്തിന്റെ വ്യക്തമായ കാഴ്ചപ്പാടാണ് ഈ പാലമെന്നാണ് പഞ്ചായത്ത് മെമ്പർ പറയുന്നത്. കാഴ്ചപ്പാടിൽ കുഴപ്പമില്ല. ഈ പാലത്തിൽ എങ്ങനെ കയറും, കയറിയാൽ എങ്ങനെ ഇറങ്ങുമെന്നും കൂടി പഞ്ചായത്ത് ഒന്ന് പറഞ്ഞു തരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റഹീസ് റഷീദ്, മീഡിയ 1 മലപ്പുറം. വിവിധ മേഖലകളിലെ പ്രമുഖർ അവരവരുടെ പഞ്ചായത്തിനെ പരിചയപ്പെടുന്ന സെഗ്മെന്റാണ് ഇനി സെൽഫി. ഇന്ന് സെൽഫിയിൽ എഴുത്തുകാരൻ KP രാമനുണ്ണിയാണ്. അദ്ദേഹം പെരുമണ്ണ പഞ്ചായത്തിനെ കുറിച്ച് ഉള്ള വിശകലനം അല്ലെങ്കിൽ പെരുമണ്ണ പഞ്ചായത്തിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ KP രാമനുണ്ണിയാണ് എൻ്റെ സ്വന്തം പഞ്ചായത്തിനെ വിലയിരുത്തി നമ്മോട് കൂടെ എത്തുന്നത്. കേരളത്തിൽ ആദ്യമായി സ്വന്തമായി ഒരു ജലനയം പ്രഖ്യാപിച്ച പഞ്ചായത്താണ് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ പഞ്ചായത്ത്. പെരുമണ്ണ പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം, ഇനി വരാനിരിക്കുന്ന 5 വർഷ കാലയളവിലേക്കുള്ള ഈ പഞ്ചായത്തിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ എല്ലാം KP രാമനുണ്ണി നമ്മോട് പങ്കുവെക്കുന്നു. ഞാൻ ഈ പെരുമണ്ണ പഞ്ചായത്തിലൊരു വരത്തനാണ് സത്യത്തിൽ. കാരണം എൻ്റെ സ്വദേശം പൊന്നാനിയാണ്. കോഴിക്കോട് തന്നെ ആദ്യം ഞാൻ ചേവായൂരാണ് താമസിച്ചത്. അപ്പോൾ ഇവിടെ വരുന്ന ഈ പഞ്ചായത്തും പുതിയൊരു പഞ്ചായത്താണ്, പിന്നെ അധികം പ്രായമില്ലാത്ത പഞ്ചായത്താണ്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഈ പഞ്ചായത്തിൽ നിന്നേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ മൗലാന അബ്ദുൽ കലാം ആസാദ് ലൈബ്രറി ഇവിടെ
പഞ്ചായത്തിൻ്റെ വകയുണ്ട്, വളരെ നന്നായിട്ട് നടക്കുന്ന ലൈബ്രറിയാണ്. അതൊക്കെ ഈ പഞ്ചായത്തിൻ്റെ സാംസ്കാരികമായ കാര്യങ്ങളോടുള്ള ഒരു ആഭിമുഖ്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ കേരളത്തിലത്തെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്താണ് പെരുമണ്ണ. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ പെരുമണ്ണ പഞ്ചായത്ത് ഇവിടെ പരിചയപ്പെടുത്തുന്ന ജലനയ രൂപീകരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. കാരണം ഇവിടെ പൊതുവേ ജലത്തിന് അധികം ക്ഷാമമില്ലാത്ത സ്ഥലമാണെങ്കിലും ഉയർന്നു കിടക്കുന്ന പ്രദേശങ്ങളിൽ ചില കാലത്ത് പ്രയാസമുണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടിട്ട് പിന്നെ ഇവിടെ ജലം ധാരാളം ലഭിക്കുന്ന സ്ഥലമാണെങ്കിലും അത് നഷ്ടപ്പെട്ടു പോകാതെയും അതിൻ്റെ ഗുണനിലവാരത്തിനെയും ഒക്കെ മുന്നിൽ കണ്ടിട്ട് ഒരു ജലനയ രൂപീകരണം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. CWRDമിൻ്റെ സഹകരണം തേടുന്നുണ്ട്. ജലത്തിൻ്റെ ലഭ്യത, അതിൻ്റെ ഗുണനിലവാരം, ഇത് രണ്ടും ജനങ്ങൾക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി ദീർഘകാലാടിസ്ഥാനത്തിൽ തന്നെ പെരുമണ്ണ പഞ്ചായത്ത് മുന്നോട്ട് പോകും എന്നാണ് എൻ്റെ വിശ്വാസമുള്ളത്. അപ്പോൾ ഞാൻ താമസിക്കുന്ന പഞ്ചായത്തിൻ്റെ മനോഭാവത്തിൽ ഞാൻ തൃപ്തനാണെന്ന് പറഞ്ഞാലും നമുക്ക് പ്രതീക്ഷകൾ എപ്പോഴും ഒരു ജനാധിപത്യ സംവിധാനത്തിലും കൂടുതൽ പ്രതീക്ഷകളുണ്ടാവും. ഇതെല്ലാം നേടാമായിരുന്നു എന്ന ഒരു പ്രതീക്ഷ ഉണ്ടാവും. അപ്പം അങ്ങനെ പലതും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പഞ്ചായത്തിലുണ്ട്. ഇതിപ്പോൾ ഈ പഞ്ചായത്ത് ഇവിടെ നഗരത്തിൻ്റെ അടുത്ത് കിടക്കുന്ന പഞ്ചായത്താണെന്ന് മനസ്സിലാക്കണം. ഈ തെക്കൻ ജില്ലകളിൽ നിന്നുള്ളൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ റോഡുകളുടെ കാര്യത്തിലൊക്കെ നമ്മളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ചെറിയൊരു സൗകര്യം, കുറച്ച് സ്ഥലം വിട്ടുകൊടുത്തിട്ട് ഒന്ന് വീതി കൂട്ടണമെങ്കിൽ അതിനൊക്കെ വലിയൊരു പ്രതിബന്ധം ഉണ്ടാക്കുക. അതിലൊക്കെ നമ്മൾ കുറച്ച് ഇടുങ്ങിയ മനസ്ഥിതിക്കാരാണ്. പൊതുവികസനത്തിന് നമ്മളുടെ ചില വ്യക്തിപരമായിട്ടുള്ള ചില താല്പര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കുന്ന അങ്ങനത്തെ കാര്യത്തിൽ കൂടുതൽ ബോധവൽക്കരണമൊക്കെ പഞ്ചായത്തിൻ്റെ പിന്നെ അതോറിറ്റികളിൽ നിന്ന് ഉണ്ടാകണം എന്നൊരു പ്രതീക്ഷ. ഇന്നത്തെ നാട്ടുവോട്ട് പൂർണ്ണമാവുകയാണ്. നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം. നമസ്കാരം.